അക്ഷായിട്ടും മരുന്നുമായിട്ടും മന്ത്രമായിട്ട് ആരുണ്ടോ? അല്ലേ സർവശക്തൻ മാതാവുള്ളൂ. ഇരുന്ന് തുണപാടം കരം പിടിച്ച് നേർവഴിക്ക് എത്തിക്കണം. അത്രേ വേണ്ടൂ. എന്റെ പകലെ മാതാവ് കൈ വിടിഞ്ഞിട്ടില്ല. ഇനി കൈ വിടാത്ത അമൃതായിരിക്കുന്നതായ ആ വസ്തു കൊടുത്ത് ഇന്നും രക്ഷിച്ചു പോരാൻ കേട്ടോ. അങ്ങനെ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനും ഇച്ചോട്ടനും അച്ഛനും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തെയ്യം കാണാൻ വേണ്ടി പോവുകയാണ്. പടിഞ്ഞാറൻ ചാമുണ്ണിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു തെയ്യം കാണുന്നത്. ഏകദേശം കാന്താര ടൈപ്പ് പോലെയുള്ള ഒരു തെയ്യാണ്. അപ്പോൾ ഇതാ പുല്ലും കാടൊക്കെ പറിച്ചിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെണ്ട കൊട്ടുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും ചാമുണ്ടി തെയ്യം കെട്ടിയിട്ടുണ്ടായിരുന്നു. മുഖത്തെഴുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ചാമുണ്ടിയുടെ ഈ ഒരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം.
പ്രകാരമല്ലേ? അങ്ങനെ ഇരിക്കുന്ന പ്രകാരമാണല്ലേ? ചോയായിട്ടും മടച്ചോയായിട്ടും സഞ്ചരിച്ചു പോകത്തക്കണം വടക്ക അസൂർ അധാരമായിട്ട് എന്റെ പുരുഷപൂജനുണ്ടായിരുന്നു. പുരുഷപൂജനും ഭേദമായിട്ട് വൈദ്യപാലനമായിട്ട് ഭേദമായിട്ട് ചോയായിട്ടും മടച്ചോയായിട്ടും സഞ്ചരിച്ചു പോകുന്ന വടക്കാത്തതും ആധാരമായിട്ട് പുരുഷപൂജനുണ്ടായിരുന്നു. സംഘചക്രവും പിച്ചവിട്ടിയും എടുത്തത് കൊടുക്കുന്ന പോലെ കൊടുത്തള പാലിക്കുന്ന പോലെ പാലിച്ചോളഞ്ഞിരിക്കുന്നതായ സമ്മതം സംഭവിച്ചല്ലോ. അന്ന് പാണ്ഡുവൈദ്യര് നേരത്തുകൾ അങ്ങാടികോളമിൽ ഭേദമായിട്ട് എത്തിച്ചേരുന്ന നേരത്തുകൾ 1400 500 ഹാപ്പിടിമാര് 30 നാടുവസാമികൾക്ക് അത് നിദ്ര കാട്ടി കൊടുത്തല്ലോ. അന്ന് വിശ്രമിച്ചത് നിദ്ര കാട്ടി കൊടുത്തു വന്നിരിക്കുന്നതായ പ്രകാരമാണ് മനസ്സിലാക്കത്തില്ലേ? ആവട്ടെ എന്റെ കരുത്ത് കുത്തച്ച് ഞാനും 12 തീരൻ വീട്ടത്തെ കാര്യങ്ങൾ വീട്ടത്തെ വിധിപ്രകാരം എന്നും കാട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ കാലത്തിക്കൽ എന്റെ തൃക്കിനാലപ്പുറേ അനേക പുഷ്പങ്ങൾ കൊണ്ട് എന്ന് പൂജിച്ചെന്ന് പൂജിച്ചു പോരുന്ന നേരത്തേക്കൽ എന്റെ തൃക്കിനാലപ്പുന്നിരിക്കുന്ന പ്രകാരം പച്ച അസ്ത്രം വിട്ടു അത് തുടർച്ചയുടെ വിദ്യാതമായിട്ടെന്ന് വീണു അല്ലെ. അങ്ങനെ ഇരിക്കുന്ന പ്രകാരം എന്റെ പ്രോത്സാഹനിരിക്കുന്ന പ്രകാരമാണ് നിങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. എങ്കിലും ആവട്ടെ ഇവിടെ കയ്യെടുത്ത് പോകുന്ന നേരത്തെ പരാജയത്തിന്റെ പാതി കുട്ടി അടച്ചിട്ട് വിജയത്തിന്റെ പാതിയെല്ലാം ഈ മഹാബന്ധത്തിന്റെ പ്രകാരം എടുത്ത് കൊടുക്കാം കേട്ടോ. പേരുണ്ടോ 9 മനുഷ്യക്കാല പ്രകാരം 9 എങ്കിലും ആവട്ടെ എന്റെ സംഘാതിന്റെ പ്രകാരം എന്റെ കാപ്പു ചൂട്ടാകുന്ന പ്രകാരമാണ്. എങ്കിലും ആവട്ടെ ഇന്നേ വിലക്ക് തന്നെ ഇവിടെ കയ്യെടുത്ത് പോകുന്ന നേരത്തെ 40 വിധിച്ചിരിക്കുന്ന ബുദ്ധി കടിച്ച് കരിമ്പായിട്ടും കുടിച്ച അമൃതമായിട്ടും വിധിച്ച വിദ്യാർത്ഥല്ലേ ഈ മാതാവ് എടുത്ത് കൊടുക്കുക. അങ്ങോട്ട് ചാടി കളയടിച്ചിട്ട് പോലെ കർമ്മ ചെയ്തിട്ടാണ്. എങ്കിലും ആവട്ടെ കർമ്മമായിട്ട് കർമ്മ ചെയ്തിട്ടുള്ള നേരത്തെ ആണെങ്കിലും ആവട്ടെ 8 നിൽക്കുന്ന പ്രകാരം വിടർന്ന് വന്നിരിക്കുന്നതായ ഒരു കൂട്ട് തന്നെയാണ് കേട്ടോ. വാർത്ത കണ്ട് വരുത്തില്ല എന്ന് വിളിക്കുന്നു. ഇനിയും ആവട്ടെ വാർത്ത കണ്ട് വരുത്താധികം നിങ്ങൾ പരിപാലിച്ചതുപോലെ അനുഭവം തന്നെയാണ് കേട്ടോ. എങ്കിലും ആവട്ടെ അല്ലെ രാജാധാനത്തെ കയ്യെടുത്ത് പോകുന്ന നേരത്തേക്ക് ആറാട്ടെന്നിരിക്കുന്ന പ്രകാരമുണ്ടില്ലേ? അങ്ങനെ ഇരിക്കുന്ന നേരെ കർമ്മങ്ങൾ ചെയ്യണം അല്ലെ. ചെയ്തു പോകുന്ന നേരത്തെ നിങ്ങൾക്ക് അതെ അതിന്റെ വഴിയിൽ നടന്നു പോകല്ല. ഞാൻ കൊടുത്തിരിക്കുന്ന വാക്കിനും ഇനി എപ്പോഴാട്ടെ ദുഃഖദാനങ്ങളൊന്നും ഉണ്ടല്ലോ. ചില ഭക്തന്മാർക്ക് നിങ്ങളൊക്കെ പ്രകാരം കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കഴിച്ചല്ലോ അല്ലേ? അറിഞ്ഞിരിക്കുന്ന പൊരുൾ മാത്രമേ ഉള്ളൂ. എങ്കിലും അല്പമായിരിക്കുന്ന പ്രസാദം കൊണ്ട് കൊടുക്കാനും പടിഞ്ഞാറ്റത്ത് ഭദ്രമായി സൂക്ഷിച്ചോ. ഏതൊരു ആപത്ത് വന്ന് വസിക്കുന്ന അല്പമായിരിക്കുന്ന പ്രസാദം നാണയ്ക്ക് നടക്കുന്ന പൈതലാണ് അല്ലേ? അതിന് ബുദ്ധിയില്ല, ബുദ്ധിയും ഓർമ്മശക്തിയും കാട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ആനന്ദമാടി കളിക്കോളം മഹാഭാഗ്യത്തെ എടുത്തു കൊടുക്കാം കേട്ടോ. ചാടിക്കളയിലെ രക്ഷിക്കുവാനാ നമ്മളൊരു എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു മാത്രമുണ്ടോ അല്ലേ? അന്നദാനം ആരാണായിട്ട് പറയുന്നത്? അന്നദാനത്തിന് വേണ്ടിയിട്ട് അല്പമായിരിക്കുന്ന അന്നദാനം മാതാവിന്റെ പേരിലാണ് കൊടുക്കുന്നത്. എങ്കിലും ആവട്ടെ അവിടെ എല്ലാം അല്ലെ അക്ഷയപാത്രം പോലെ വേണം. എങ്കിലും അവരുടെ ശരീരകത്ത് ഏതൊരു വിഷയങ്ങൾ ഉണ്ടെന്ന് പേര് ദൂരീകരിച്ച് നന്നായിരിക്കുന്ന വഴികളെല്ലാം എടുത്ത് കൊടുക്കാൻ അവിടെ ചേർത്ത് കൊടുത്താൽ കേട്ടോ. ആ വൈദ്യുകളെ കൊടുത്തിട്ട് ഇതുപോലെ ആനന്ദപാടി ചെല്ലുപോരുവാനൊന്നും കണ്ടോ? എല്ലാം അറിഞ്ഞിരിക്കുന്നവരുടെ ഇത് കലിയുഗമാണ് കേട്ടോ. വരെ കലിയുഗം വന്നിരിക്കുന്നവരാണ്. കലിയുഗത്തിലെ കരിപുരുഷന്മാരാണ്. സത്യങ്ങൾ കാണുന്ന ഭാവത്തെ എന്ന് കണ്ടിരിച്ചില്ല കേട്ടോ. സത്യത്തിന് പരാജയമാണ് വിളിച്ചാൽ വിൽപ്പത്തി മാതാവ് ആവട്ടെ. ശേഷമായിരിക്കുന്ന പ്രകാരം രാജാതീരത്തെ കയ്യെടുത്ത് പോരുന്ന നേരത്തെങ്കിലല്ലേ? എങ്കിലും അവിടെ എല്ലാം തന്നെ നാവിന്ന് വിധിച്ചിരിക്കുന്ന വിധി കടിച്ച കരിമ്പായിട്ടും കുടിച്ച അമൃതമായിട്ടും വിധിച്ച വിധിയായി തന്നെ കാട്ടിക്കൊടുക്കുന്നു കേട്ടോ. അവിടെ എന്താണ് അല്ലേ? യഥോ ധർമ്മസ്തോ ജയാന്നിരിക്കുന്ന പ്രകാരമുണ്ട്. എവിടെ ഭാഗുന്ന ധർമ്മം അവിടെ ഭാഗത്തെ വിജയം. സത്യവും ധർമ്മത്തിന്റെ വഴി നടന്നു പോരുവിൻ. അവിടെ എല്ലാം തന്നെ മാതാവ് എന്നും നിലയിൽ പറയാൻ ചാടിക്കാളെ രക്ഷിച്ച് പറയാൻ കേട്ടോ. അനുഭവം തന്നെ അവിടെ ചൊല്ലി പോരുണ്ടോ നിങ്ങളെ? ആവട്ടെ ഭവനകത്ത് വന്നിരിക്കുന്ന മാലിഭയമോ ചോരഭയമോ അഗ്നിഭയമോ വിഷഭയമോ മരണഭയമോ എന്തുമാവട്ടെ
ആ ഭവനകത്ത് വന്ന് വലിക്കാതെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടിട്ട് വിധിപ്രകാരം പറയാനുണ്ടോ? എല്ലാം അറിഞ്ഞിരിക്കുന്നത് ഉള്ളു മാത്രമേ ഉള്ളൂ. എങ്കിലും അങ്ങനെ നമ്മൾ തൊഴുതിട്ട് വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.